ലഹരിക്കേസിൽ രക്ഷപ്പെട്ട മാലിക്കരെ കണ്ടെത്താൻ റെഡ് കോർണർ നോട്ടീസ് പുറത്തായിരിക്കുകയാണ്. ലഹരിക്കേസിൽ ജാമ്യം നേടിയ മാലി സ്വദേശികളായ ഐമാൻ അഹമ്മദ്, ഷെമീസ് മാഹിൻ, ഫൗസാൻ എന്നിവർ ജാമ്യത്തിലിറങ്ങി രാജ്യം വിട്ടു. പോലീസ് സഹായത്തോടെ പ്രതികൾ രക്ഷപ്പെട്ടുവെന്നാണ് നിലനിൽക്കുന്ന പ്രധാന ആരോപണം. 16.5 കിലോ ഹാഷിഷ് ഓയിലുമായിട്ടാണ് പ്രതികൾ പ്രധാനമായിട്ടും പിടികൂടിയത്. വിദേശികളെ കണ്ടെത്തുന്നതിനായി റെഡ് കോർണർ നോട്ടീസും അതോടൊപ്പം ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിരുന്നു. ക്രൈംബ്രാഞ്ചാണ് ലുക്കൌട്ട് നോട്ടീസ് പ്രധാനമായിട്ടും പുറത്തിറക്കിയത്. 2018 കേസിലായിരുന്നു വർഷങ്ങൾക്ക് ശേഷം പ്രതികളെ പിടികൂടാൻ റെഡ് കോർണർ നോട്ടീസ് ഇറക്കിയിരുന്നത്. തലസ്ഥാനത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് കോടികൾ വിലമതിക്കുന്ന ഹാഷിഷ് ഓയിലുമായിട്ടായിരുന്നു മാലി സ്വദേശികൾ പ്രധാനമായിട്ടും പിടിയിലായത്. കുറ്റപത്രം കോടതിക്ക് മുന്നിലെത്തിക്കുന്നതിൽ പോലീസ് വരുത്തിയ ഗുരുതര വീഴ്ച മൂലം പ്രതികൾ ജാമ്യം നേടി രാജ്യം വിട്ടതോടെ വിചാരണയടക്കം വളരെയധികം പ്രതിസന്ധിയിലായി. 2018 ജൂൺ 4-നായിരുന്നു തലസ്ഥാനത്ത് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്നും 16.530 കിലോ ഹാഷിഷ് ഓയിലുമായി 3 മാലിക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. കന്റോൺമെന്റ് പോലീസാണ് രാജ്യാന്തര ലഹരി മാഫിയയിൽപ്പെട്ട ഈ 3 പേരെ പ്രധാനമായിട്ടും പിടികൂടിയത്. പോലീസ് ഏറെ അഭിമാനമായി ഉയർത്തിക്കാട്ടിയ അറസ്റ്റിൽ പിന്നെയുണ്ടായത് യഥാർത്ഥത്തിൽ വലിയ അട്ടിമറിയായിരുന്നു. തുടരന്വേഷണം നടത്തിയത് സിറ്റി നർക്കോട്ടിക്സ് വിഭാഗമായിരുന്നു. പ്രതികൾക്കൊപ്പം ഉണ്ടായിരുന്ന അസ്ലി മുഹമ്മദ് എന്ന മാലി സ്വദേശി അപ്പോഴേക്കും രക്ഷപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത്. പ്രതികൾക്ക് ലഹരി എത്തിച്ചു നൽകിയ ഇടുക്കി സ്വദേശി ബാബുവിനെ എക്സൈസ് ആയിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നത്. നിയമപ്രകാരം അറസ്റ്റ് നടത്തിയാൽ 180 ദിവസത്തിനകം കുറ്റപത്രം നൽകേണ്ടതുണ്ട്. ആ സമയപരിധിക്കുള്ളിൽ കുറ്റപത്രം നൽകാനായില്ലെങ്കിൽ പ്രോസിക്യൂട്ടർ മുഖേന കോടതിയിൽ നിന്നും സമയം നീട്ടി വാങ്ങുകയും വേണം. ഇത് രണ്ടും ചെയ്യാത്തതാണ് പ്രതികൾക്ക് യഥാർത്ഥത്തിൽ നേട്ടമായത്. മുൻകൂട്ടി തീരുമാനിച്ച തിരക്കഥ പോലെയായിരുന്നു കാര്യങ്ങളെല്ലാം പിന്നീട് നടന്നിരുന്നത്. 181-ാമത്തെ ദിവസം പ്രതികളുടെ ജാമ്യാപേക്ഷ എത്തി. തുടർന്ന് ജാമ്യം കിട്ടി. ഈ ഘട്ടത്തിലായിരുന്നു കുറ്റപത്രം ഫയലിൽ സ്വീകരിക്കാത്ത കാര്യം പ്രോസിക്യൂട്ടർ അറിയിച്ചത്. പ്രഗത്ഭരായ അഭിഭാഷകർ പ്രതികൾക്കായി വന്നിരുന്നു. ഓരോ പ്രതികൾക്കും 10 ലക്ഷം രൂപ വീതം ബോണ്ടിന്മേൽ കോടതി ജാമ്യം അനുവദിച്ചു.